ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും രേഷ്മ അക്കി ഫുഡ് ആൻഡ് ട്രാവൽ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് എന്തെടുക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യടിയെന്ന്. അങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ അങ്ങോട്ട് ഞാനും ഏട്ടനും മോനും ഒക്കെ കൂടെ അങ്ങോട്ട് യാത്രയായിട്ടോ ബീച്ചിലേക്ക്. ഞങ്ങളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. കോതിപ്പാലം വഴിയാട്ടോ നമ്മൾ പോവുക. അതിലൂടെ പോകുമ്പോഴുള്ള ആ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന കണ്ണഞ്ചേരിയിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ബീച്ചിലേക്ക്, ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ പ്രായമായവരെയും കുട്ടികളെയും കളിക്കുന്നതും അതും ഇതും എല്ലാം നമുക്ക് കാണാം കേട്ടോ. ബീച്ചിൻ്റെ വ്യൂ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് ബീച്ചിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇവിടെയും കുറേ കച്ചവടങ്ങളും അതും ഇതും ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ കുറേ വീടുകളുണ്ട്. ആ വീടിൻ്റെ മുന്നിലൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ വീട്ടുകാരുടെ തന്നെയായിരിക്കും, അവരുടെ ഉപജീവന മാർഗം തന്നെയായിരിക്കും അത്. അവിടെയൊക്കെ നല്ല സൂപ്പർ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഉള്ള ആളാണെങ്കിലും ഞാനിങ്ങനെ ഇവിടെ നിന്നൊന്നും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ബീച്ചിൽ വന്നാൽ ഐശ്വര്യതി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബീച്ചിൻ്റെ മെയിൻ ഭാഗത്തുനിന്ന് കഴിക്കല്ലാണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്നൊന്നും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ബീച്ചിൻ്റെ ഭാഗമൊക്കെ കണ്ട് ഇങ്ങനെ കടലിങ്ങനെ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോവുക കേട്ടോ. എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നതും. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം തന്നെ ഏട്ടൻ പറയുന്നുണ്ട് നല്ല തിരക്കായിരിക്കും പാറു ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മോനെയും കൊണ്ട് പോകുമ്പോൾ നല്ല പാടായിരിക്കും എന്നൊക്കെ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, എന്തായാലും ഏട്ടാ നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, ഒരു കാര്യത്തിന് ഒരു ദൗത്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, അപ്പം അത് മുഴുവനാക്കാണ്ട് വരണ്ടാണ്. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമ്മൾ മെയിൻ ലൊക്കേഷനിൽ എത്തിയപ്പോൾ കണ്ട തിരക്കാണിത്. കണ്ടില്ലേ എത്രമാത്രം ആൾക്കാരാണ്. ഏട്ടൻ പറഞ്ഞു, ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടാ ഇപ്പം ഇവിടെ 1,00,000 ആൾക്കാരുണ്ടാവുമെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു 1,00,000 ഒന്നും അല്ലടി, അതിന് മുകളിലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാർ ഒരുമിച്ചിട്ട് വന്നതാണ്. കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ട് കുറേ കാർണിവലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനം വിൽക്കുന്നതും കുട്ടികൾ അത് കണ്ടിട്ട് വാങ്ങാൻ പോകുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാട്ടോ. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്, പറ്റുന്നില്ല. കാരണം അവിടെയൊക്കെ വൻ തിരക്കാണ്. ഇതൊന്നും അല്ല തിരക്ക് എന്നുള്ളത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത്. തിരക്ക് ഇതൊന്നും അല്ല എന്നുള്ളത്. ഇതാ കണ്ടില്ലേ തിരക്ക്. നമ്മുടെ ബീച്ചിൻ്റെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത്രയ്ക്ക് ആൾക്കാരാണ്. നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ കാണൂല. ഏട്ടനോട് പറഞ്ഞു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവല്ലേന്ന്. എല്ലാ പീഡിയക്കാരടുത്തും കുറേ ആൾക്കാർ ഓരോ സാധനം വാങ്ങിക്കാനായിട്ടും എല്ലാ പീഡിയക്കാർക്കും കച്ചവടം ഉണ്ട് കേട്ടോ. കാരണം വെക്കേഷൻ അല്ലേ, എല്ലാവരും മക്കളെയും കൊണ്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വരിക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക ഒക്കെയാണ്. അതിൻ്റെ പരിപാടിയിലാണ് ഇങ്ങനെ എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാം. മക്കളെ സന്തോഷമല്ലേ എല്ലാവർക്കും വലുത്. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കണ്ടപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് വാങ്ങട്ടെ എന്ന്. ഞാൻ അവരുടെ ആളോട് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 40 രൂപേൻ്റെ ഉണ്ട്, 80 രൂപേൻ്റെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു നിനക്ക് വയ്യാത്തതല്ലേ വാങ്ങണ്ടാന്ന്. പക്ഷേ ആൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടോ. ആ ഏട്ടൻ കടേൻ്റെ ആൾ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. ഏട്ടൻ പറഞ്ഞ് നിനക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ ഒരു വിറ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാത്ത ഞാൻ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഐശ്വര്യതി വാങ്ങി കഴിച്ചിട്ടോ. ഐശ്വര്യതി എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഏട്ടനോട് വഴക്കുണ്ടാക്കിയിട്ടാണ് കഴിച്ചത് കേട്ടോ. ഐശ്വര്യതിയുടെ മുന്നിലൊക്കെ നിറയെ ആൾക്കാരാണ്. ഞാൻ എപ്പോഴും മിക്സഡ് ആയിട്ടുള്ളതാട്ടോ പറയുക. ഏട്ടൻ പറയുക എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, എരിവും മധുരവും കൂടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ പറയുക നിങ്ങൾക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. വെറും മധുരമാണോ അല്ലെങ്കിൽ വെറും എരിവാണോ അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ മിക്സഡ് ആണോ ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ. അത് പൊട്ടുകടലയും ട്യൂട്ടി ഫ്രൂട്ടി ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനത് കഴിക്കില്ല. മിഷ്യൻ കടലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബാക്കി തന്ന് ഞാനത് അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ.
നല്ല സൂപ്പർബ് ടേസ്റ്റ് ആയിരുന്നു, കുറേ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഞാനത് കുടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. കുറേ എനിക്കിഷ്ടപ്പെട്ടത് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് വാരി വലിച്ച് വാങ്ങി തിന്നാൻ നിൽക്കണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അച്ഛനുണ്ടാക്കുകയാണ് ഏട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങുന്നില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാനും പോയി. പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു കഴിക്കാം ഏട്ടാന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ പേടിയുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. നമുക്ക് മോനെ വെച്ചിട്ട് ഇരിക്കണ്ടേ, നിന്ന് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഇരിക്കുന്ന സ്ഥലം നോക്കി അങ്ങനെ നടന്നപ്പോൾ ഒരു സ്ഥലം കണ്ട് ആടെ അങ്ങോട്ട് ഇരുന്നിട്ടോ. അവിടെ നല്ല ചൂടോടെ വേഗം അപ്പം ചുട്ട പോലെ ഇങ്ങനെ വിറ്റ് പോകുന്നുണ്ട് കേട്ടോ ഓരോ ഐറ്റംസും. ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നുണ്ട്, അരിക്കടുക്ക ഉണ്ടാക്കുന്നുണ്ട്, കോളിഫ്ലവർ പൊരിക്കുന്നുണ്ട്, എല്ലാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിക്കടുക്കയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കാട പറഞ്ഞു. കാട നമ്മളെ ഫേവറേറ്റ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാട കേട്ടോ. അപ്പോഴത്തേക്കും ക്ലാരിറ്റി പോയി വീഡിയോൻ്റെ, അതാണ് അത് കത്തും കൊണ്ട് കാണുന്നത്, ഇരുട്ടും കൊണ്ട് കാണുന്നത്. അപ്പോൾ ഒരു കാട പറഞ്ഞു, ഒന്നിൽ ഒരു 60 രൂപയായിട്ടാണെന്ന് തോന്നുന്നു, 10 എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു ഗ്രീൻ പീസ് മേടിച്ച്, അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് ഞാനായിട്ട് അത് കൂടുതൽ കഴിച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് വാങ്ങുകയുള്ളൂ കേട്ടോ. ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുക. ഒരു കാട, ഒരു ഗ്രീൻ പീസ്. ഇപ്രാവശ്യം നമ്മൾ കടുക്ക വാങ്ങിയില്ല. പിന്നെ അരിക്കടുക്ക ഉണ്ടാക്കുന്നത് കണ്ട് ഇങ്ങനെ ഞാൻ നിന്നിട്ടോ, എന്ത് സ്പീഡിലാലേ ചെയ്യുന്നത്, അത് തുറക്കുന്നതും പിടിക്കുന്നതും അതിൽ വറക്കുന്നതും ഒക്കെ നമ്മളെ കൊണ്ട് ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ അത് ആ ഏട്ടനോട് ചോദിച്ചും ചെയ്തു, ഏട്ടാ അതിങ്ങനെ എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ? അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് നമുക്ക് ശീലമായിപ്പോയിന്ന്. പിന്നെ ഉപ്പിലിട്ടതൊക്കെ കണ്ട് ഞാനിങ്ങനെ നുണ വന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നുണ വരുന്നു. ഏട്ടൻ പറഞ്ഞു മിണ്ടാണ്ട് നടന്നു. ഇതൊക്കെ കണ്ടില്ലേ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടൻ കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ബമ്പൻ തിരക്കുക. പിന്നെ മോനിങ്ങനെ രാത്രി കുറയും കാര്യങ്ങളൊക്കെ തുമ്മാനും ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഏട്ടൻ പറഞ്ഞു വാ നമുക്ക് പോവാം, വെറുതെ മോന് വയ്യാണ്ടേ ആവണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നമ്മളെ വണ്ടി ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുക. നമ്മളെ കാളവണ്ടി എന്നാട്ടോ പറയുക. അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ നമ്മൾ കണ്ട് കെയർ ഫാഷൻ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്, അവിടേക്ക് എത്തിയിട്ടോ. ഇത് PT ഉഷ റോഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മൾ വാവയ്ക്ക് കുറച്ച് ഡെയിലി വെയർ ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. 50 രൂപ മുതൽ ന്യൂ ബോൺ ബേബീസ് മുതൽ 13 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഷർട്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ്, ക്ലിയറൻസ് സെയിലാണെന്ന് വിചാരിച്ചിട്ട് ഡാമേജ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി ഐറ്റംസ് 500 രൂപയ്ക്കൊക്കെ നല്ല പാർട്ടി വെയർ ഐറ്റംസ് 500 രൂപയ്ക്കൊക്കെ. പിന്നെ ഷർട്ടൊക്കെ 100 രൂപയ്ക്ക്. ഞാൻ ഭാവിക്ക് കുറച്ച് ഡങ്കിരി മോഡൽ ഐറ്റംസൊക്കെ വാങ്ങി, അതിനൊക്കെ 50 രൂപയ്ക്ക്. അങ്ങനെ ഞാനൊരു 700 രൂപയ്ക്ക് വാങ്ങിയിട്ടോ. അതിന് തന്നെ എനിക്ക് കുറേ ഐറ്റംസ് കിട്ടി. അവന് വീട്ടിലിടുന്ന ഐറ്റംസാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയത്. പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത് ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിനൊന്നും നേരമില്ലായിരുന്നു. മെയിനായിട്ട് ഈ സെയിൽ എത്ര വരെ ഉണ്ടാവും എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് വേഗം പോയത്. അപ്പം നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് മെയ് 14 വരെ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇത് നടക്കുന്നത് PT ഉഷ റോഡിൽ കാലിക്കറ്റ് എലാൻ ഹെറിറ്റേജ് ഹാളാട്ടോ ലൊക്കേഷൻ. നമ്മളെ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും, താജ് ഹോട്ടലിൻ്റെയൊക്കെ അടുത്ത്. PT ഉഷ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് പോണ വഴിക്കാണ് കേട്ടോ. എല്ലാവരും കിഡ്സിൻ്റെ ആക്സസറീസും ഷൂസും പെൺകുട്ടികളുടെ ഡ്രസ്സായാലും ആൺകുട്ടികളുടെ ഡ്രസ്സായാലും ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സായാലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ റീസണബിളായിട്ട് നമുക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ് വേഗം പണിയായി പോകും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ ഐറ്റംസ് കൊണ്ടുപോകാം കേട്ടോ. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 500 രൂപയ്ക്കും 300 രൂപയ്ക്കും ഒക്കെ പെൺകുട്ടിയേക്കും ആൺകുട്ടിയേക്കും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ്, ഡാമേജ് ഐറ്റംസ് ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് തീർന്നു കേട്ടോ. എല്ലാവരും